IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. ബിനാമി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് അറസ്റ്റിലായ കർണാടകയിലെ കോൺഗ്രസ് നേതാവ് DK ശിവകുമാറിനെ ശാരീരികമായ അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം DK ശിവകുമാറിന്റെ മകൾ ഐശ്വര്യയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു. ഈ സംഭവം DK ശിവകുമാറിനെ മാനസികമായി തകർത്തു എന്നാണ് റിപ്പോർട്ടുകൾ. DK ശിവകുമാറിന്റെ രക്തസമ്മർദ്ദം ഉയർന്നതായും അതിസാരത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായും ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മകളുടെ ചോദ്യം ചെയ്യലിൽ ശിവകുമാർ തകർന്നെന്നാണ് അദ്ദേഹവുമായുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരായ ഐശ്വര്യയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ശിവകുമാർ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം ശിവകുമാറിന്റെ അവസ്ഥയിൽ നേതാക്കളും ഞെട്ടിയിരിക്കുകയാണ്. കോടതിയുടെ അനുവാദത്തോടെ നേതാക്കൾ ശിവകുമാറിന് ഷേവിംഗ് സെറ്റുകളും മറ്റും നൽകിയിട്ടുണ്ട്. അതേസമയം തന്റെ കൈവശമുള്ള കെട്ടിടത്തിൽ നിന്ന് പിടിച്ചെടുത്ത പണം തന്റേതല്ല എന്ന് ശിവകുമാർ എൻഫോഴ്സ്മെന്റിനെ അറിയിച്ചിരുന്നു. ഇതേ ചോദ്യം തന്നെയാണ് മകളോടും ചോദിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. ചിലപ്പോൾ അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനും സാധ്യതയുണ്ട്. നേരത്തെ തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് ഐശ്വര്യയ്ക്ക് മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഉന്നയിച്ചതെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശിവകുമാറിനെ കാണാനായി സിദ്ധരാമയ്യയും DK സുരേഷും KPCC പ്രസിഡന്റ് ദിനേശ് ഗുണ്ടറാവും രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെത്തിയെങ്കിലും ശിവകുമാറിനെ ദൂരെ നിന്ന് കാണാനാണ് അധികൃതർ അനുവദിച്ചത്. ഇവരുടെ മൊബൈൽ ഫോണുകൾ എൻഫോഴ്സ്മെന്റ് വാങ്ങിവെച്ചിരുന്നു. DK ശിവകുമാറുമായി സംസാരിക്കാനും അനുവദിച്ചിരുന്നില്ല. കോടതിയുടെ നിർദ്ദേശമുള്ളതുകൊണ്ടാണ് ഇതെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.